മിനിറ്റ് അതൊന്നും പറയണ്ട. അതിനൊന്നും മറുപടി അറിയിക്കുന്നത് വിട്ടെ, അതിനൊന്നും മറുപടി അറിയിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയാനും ഞങ്ങളില്ല. കൂലിത്തല്ലുകാർക്കും വാടകയ്ക്ക് എടുത്ത ആളുകൾക്കും ആരും മറുപടി പറയും. അത് മറുപടി പറയില്ല, അത് വിട്ടെ, അതിനൊന്നും മറുപടി പറയുന്നില്ല. ആളുകളുടെ ദാരിദ്ര്യത്തെയും വിഷമത്തെയും ചൂഷണം ചെയ്ത് CPM ഓഫീസിലേക്ക് ആളുകളെ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം CPM ജില്ലാ നേതൃത്വത്തിനാണ്. അവരുടെ പെർമിഷനോട് കൂടിയാണ് പോയത്. CPM അത്രയും അധപ്പതിച്ചോ? അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് വയനാട്ടിലെ CPM മാറിയോ? തെറ്റിതിരുത്തലായത്, കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ തെറ്റിതിരുത്തല. ആ തെറ്റിതിരുത്തൽ വീഡിയോ ഒറിജിനലായി വരികയാണ്. അതൊന്നു മാത്രമല്ല, ഇനിയും വരിക, സീരീസ് ഓഫ് വരിക. ഇനി 2, ഞാന് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടി പണം പിരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. 2, ഇനി വേറെ എന്താ ചോദിച്ചേ? അതിനൊന്നും ഒരു മിനിറ്റ് അതൊന്നും പറയണ്ട. അതിനൊന്നും മറുപടി അറിയിക്കുന്നത് വിട്ടെ, അതിനൊന്നും മറുപടി അറിയിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയാനും ഞങ്ങളില്ല. കൂലിത്തല്ലുകാർക്കും വാടകയ്ക്ക് എടുത്ത ആളുകൾക്കും ആരും മറുപടി പറയും. അത് മറുപടി പറയില്ല, അത് വിട്ടെ, അതിനൊന്നും മറുപടി പറയുന്നില്ല. അത് ശൈലജ ടീച്ചർ അസംബ്ലി പറഞ്ഞതിനേക്കാളും വലുതൊന്നും എനിക്ക് പറയാനില്ല. ഏതാ? ഒരു സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഇതിന്റെ പിറകിൽ നടന്ന ഒരു ഉന്നതതല ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ എന്തൊക്കെയാണ് പരസ്പരമുള്ള സംസാരവും കൈമാറ്റവും എന്നുള്ളതൊക്കെ ഭാവിയിൽ പുറത്തേക്ക് വരാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ലിസ്റ്റ് 1-2 ദിവസമായിട്ട് തയ്യാറാക്കുന്നു. ഞങ്ങൾ 1-2 ദിവസമായിട്ടല്ല തയ്യാറാക്കൽ തുടങ്ങിയത്. അത് നിങ്ങൾ തെറ്റി. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി കോൺഗ്രസ് വീടുകളുടെ ലിസ്റ്റ് നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. 1-2 ദിവസമല്ല, ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറിയ പങ്കും ദുരന്തബാധിതരായ ആളുകളായിരിക്കും എന്ന് പറയാനുള്ള കാരണം അതാണ്. മറ്റൊരു കാര്യം, CPM LDF വീടുകളിൽ പോയി പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ 20 ആളുകളുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് 2ാം നമ്പറാണ് കേട്ടോ, നിങ്ങളത് 3ാം നമ്പറാണ് കേട്ടോ, എല്ലാ വീട്ടിലും 7ാം നമ്പറാണ് കേട്ടോ. ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയ മുഴുവൻ ആളുകളോടും ഈ പറയുന്ന ആളുകളാണിവർ. ഈ 20 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടോ? പത്രസമ്മേളനത്തിൽ 17 എന്നാ പറഞ്ഞത്, വീടുകളിൽ പോയി പറഞ്ഞത് 20 അല്ല, 20 ആളുകളുടെ ലിസ്റ്റ്. അങ്ങനെ ലിസ്റ്റ് ഇല്ലല്ലോ. ഇനി പിന്നെ DDMA ആണ് ഇതിന്റെ ഉത്തരവാദിത്വം ആണോ? DDMA ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവനുസരിച്ച, മാനദണ്ഡം അനുസരിച്ച. ആരാണ് ജോൺ മത്തായി റിപ്പോർട്ടിന് മത്തായി വെച്ചത്? ആരാണ് 50 മീറ്റർ എന്നുള്ള തീരുമാനം എടുത്തത്? ആരാണ് ഫേസ് 1 മാനദണ്ഡം തീരുമാനിച്ചത്? ആരാണ് ഫേസ് 2A മാനദണ്ഡം തീരുമാനിച്ചത്? ആരാണ് ഫേസ് 2B മാനദണ്ഡം തീരുമാനിച്ചത്? എല്ലാം തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് DDMA ലിസ്റ്റ് തയ്യാറാക്കിയത്. എന്നിട്ടും വൈകാരികമായ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിലേക്ക് റെഫർ ചെയ്തു. അതുപോലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല. ആദ്യം മന്ത്രി പറഞ്ഞു 10, 11, 12 3 വാർഡുകളും ഉൾപ്പെടുത്തും. ആരാ പറഞ്ഞത്? മന്ത്രിയല്ല പറഞ്ഞത്, സമ്പൂർണ്ണമായി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു. അവർ ദുരന്തബാധിതരും വളരെ രീതിയിൽ ബാധിച്ചതും ചെറുതായി ബാധിച്ചതുമായ ആളുകളാണ്, അവർ ഉൾപ്പെടുത്തും. ആരാ പുറകോട്ട് പോയത്? സർക്കാരാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ മാനദണ്ഡങ്ങളുടെ പല കാര്യങ്ങളിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് 2026 മെയ് മാസത്തിൽ UDF വന്നാൽ ആ കാര്യത്തിൽ പുനരാലോചിക്കാൻ വേണ്ടി ഞങ്ങൾ അന്നത്തെ സംസ്ഥാന സർക്കാർ UDFൻ്റെതാകും, അവരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യും.